വെൽക്കം ടു ഈസി ടിപ്സ് കിച്ചൺ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് കേരള സദ്യ സ്പെഷ്യൽ പുളിയിഞ്ചിയാണ്. അപ്പോൾ ഇഞ്ചിപ്പുളി എന്നൊക്കെ ഇതിന് പറയും. അപ്പോൾ ഒരാഴ്ച ഇരുന്നാലും കേടുവരാത്ത രീതിക്കുള്ള പുളിയിഞ്ചിയാണ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് വരാം. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കിയതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് ചൂടാക്കി കൊടുക്കുക. വെളിച്ചെണ്ണ എണ്ണ എടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ടിട്ട് പൊട്ടിച്ചെടുക്കുക. ഇതിലേക്ക് വേണ്ടത് 3 വറ്റൽമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് കറിവേപ്പിലയും കൂടെയാണ്. അതും കൂടെ ഇട്ട് കഴിഞ്ഞ ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. 1 മിനിറ്റിന് താഴെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇതിലേക്ക് ചേർക്കേണ്ടത് 1 കപ്പ് ഇഞ്ചിയാണ്. വളരെ ചെറുതായിട്ട് വേണം അരിഞ്ഞുണ്ടാക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതൊന്ന് വഴന്ന് ഒന്ന് ക്രിസ്പി ആവുന്ന തരത്തിൽ വരെ എത്തണം. അതാണ് ഇതിൻ്റെ പരുവം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ എടുക്കും ഇതിങ്ങനെ ഒന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ നന്നായിട്ട് ആ ക്വാണ്ടിറ്റി കുറഞ്ഞിട്ട് നല്ല ഒരു ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ശരിക്കും ഈ പുളിയിഞ്ചി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചോറിൻ്റെ കൂടെ എല്ലാം തന്നെ ഒറ്റയ്ക്ക് ഇങ്ങനെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് 1 ടീസ്പൂൺ മുളകിൻ്റെ പൊടിയാണ്. അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂൺ തന്നെ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 പച്ചമുളക് ഇനി വേണം. ഒരു ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തത്, വലിയ എരിവൊന്നും ഇല്ലാത്ത പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരു 2-3 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ ഒരു പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പുളിവെള്ളം ചേർക്കണം. ഒരു 6 ലെമൺ സൈസുള്ള പുളി 5 കപ്പ് വെള്ളത്തിലാണ് ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ ഈ സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. പുളിവെള്ളത്തിൽ വേണം പുളി സോക്ക് ചെയ്തിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു അരമണിക്കൂറിനുള്ളിൽ നന്നായിട്ട് നമുക്ക് പുളി പിഴിഞ്ഞെടുക്കാൻ പറ്റും. ഇനി ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഒന്ന് കുറുക്കിയെടുക്കണം. അതിനുവേണ്ടി ഏകദേശം ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ എടുക്കും കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് കുറുക്കിയെടുത്താൽ മതി. ഈ രീതിക്ക് ഇതുവരെ പുളിയിഞ്ചി ഉണ്ടാക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് അഭിപ്രായങ്ങളൊന്നും പറയാൻ മറക്കരുത്. ഇതിപ്പോൾ നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. നന്നായിട്ട് പുറത്തേക്ക് ഇങ്ങനെ തെറിക്കുന്ന ഒരു പരുവത്തിൽ വേണം കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആയി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. ശർക്കരപ്പാനി ഞാൻ എങ്ങനെ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ 2 കപ്പ് ശർക്കരയിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്തിട്ട് ഉരുക്കിയെടുത്തിട്ടുള്ളതാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ നമുക്ക് നന്നായിട്ട് കുറുക്കിയെടുക്കണം. പിന്നെ പുളിയിഞ്ചിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നല്ല കറുപ്പ് കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല കറുത്ത പുളിയും ശർക്കര എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇതിപ്പോൾ നല്ലപോലെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് കുറുകി റെഡി ആയിട്ടുണ്ട്. ഇനി ഇങ്ങനെ പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് കണ്ടില്ലേ, ഈ ഒരു തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയാണ് ഇതിന് വേണ്ടത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ പുളിയിഞ്ചി റെഡി ആയിട്ടുണ്ട്. ഇനി സെർവ് ചെയ്യാം. ഇനിയിപ്പോൾ കുറച്ചും കൂടെ തണുക്കുമ്പോൾ അത് കുറച്ചും കൂടെ തിക്കായിട്ട് വരും കേട്ടോ. ഇനിയിപ്പോൾ ഒരാഴ്ച പുറത്ത് വെച്ചൊന്നും കരുതിയിട്ടും കുഴപ്പമൊന്നുമില്ല, അത് കേടാവില്ല. ഫ്രിഡ്ജിലാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ദിവസങ്ങൾ നിൽക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കാണും. അതും കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ് ഈസി ടിപ്സ് കിച്ചൺ.